കരുതുന്നു ഞാൻ ഉദ്ഹിയ്യത്തൽ മസ്നൂനത എന്നിപ്രകാരം കൊണ്ടുവന്നാൽ നീയത്ത നെഹ്റിൻ്റെ സംസുദിക്കുന്ന സമയം മുതലിത് അയ്യാമുത്തശ്രീക്കോളമാണൊക്കത്തുള്ളത്. നിസ്കാരവും കഴിഞ്ഞാണറുക്കൽ നല്ലത് എന്നുള്ളതാ നബി മുസ്തഫ പറയുന്നത്. ഈ ദിവസമെല്ലാം കഴിഞ്ഞറുത്താൽ പിന്നെ ഉദ്ഹിയ്യത്തല്ലതുപോലെ മുമ്പും പൊന്നേ. സമയത്തറുത്താൽ തന്നെ രണ്ടാം കൊല്ലമിൽ രണ്ടിൽ പെടും കണക്കാക്കലില്ലൊന്നാമതിൽ. പകലും അറുക്കാം രാത്രിയും ശരിയെങ്കിലും മക്രൂഹിൽ ഉൾപ്പെടുന്നുണ്ട് ലൈലിൽ അറുക്കലും. അത് ഏതു അറവാണെങ്കിലും ശരി തന്നെ ഉദ്ഹിയ്യത്തിൻ്റെ തശദ്ദുമാ വിധി പൊന്നേ. ഷറഹുൽ മുഹ്തബ് നോക്ക് 8 ഉണ്ടിത് 388 പറയുന്നത്. ആടുന്നറുത്താൽ തന്നെ മതി ഒരുവന് വീടുന്നതാണ് ഉദ്ഹിയ്യത്തും അവനന്ന്. ആടിന് നിറവും വെള്ളയായാൽ നല്ലതാ എന്നും ഇമാമു ശാഫിഈ പറയുന്നതാ. മുഅല്ലിമുൽ അൽബാബ് 2 വന്നതാ 259 കാണുന്നതാ. മുൻഗണന വില അധികം വരുന്ന െന്ന അതധികമുള്ളതിലല്ല നേട്ടവുമെന്ന ബുഷറൽ കരീമിൽ നോക്കിയാൽ കാണുന്നതാ. 126 പറയുന്നതാ. രണ്ടാടിനേക്കാൾ ഒന്നിനാ മാറ്റുള്ളത്. ഈ ഒന്ന് നല്ല തടിച്ചതായാലാണത്. 7 ആൾ ഒന്നിൽ ഉദ്ഹിയ്യത്ത് നടത്തലും മതിയാകുമെന്ന ഒട്ടകം പശുപോത്തിലും. 7 കവിഞ്ഞാൽ പരിഗണിക്കുകയില്ല. ആർക്കും അത് ഉദ്ഹിയ്യത്താകുവാൻ തരമില്ല. 7 ആൾ ചേർന്ന് നടത്തലേക്കാൾ അഫ്ളൽ ഒരുത്തന്നൊരാടെന്നുണ്ട് നോക്കി ഹയായിലെ ഇടഭാഗത്തേക്ക് കിടത്തലും കത് സുന്ന. അത് നാക്കത്തായാലോ നിർത്തണമെന്ന അറുക്കുന്നവർക്കത് അസ്ഹലാണെന്നുള്ളതാ. കിടത്തൽ വലത്തായാൽ കറാഹത്തുള്ളതാ. ഷെർവാനിയിൽ നീ നോക്കിയാൽ കാണുന്നതാ. 325 9 വലങ്കാല് കെട്ടരുതെന്തുമാ പറയുന്നത്. മറ്റുള്ള 3 കെട്ടലാ വേണ്ടുന്നത്. വലങ്കാലനക്കി എന്നാൽ സ്വസ്ഥത. അതിനുണ്ട് കെട്ടൽ കൊണ്ട് ഉണ്ടേ കഷ്ടത. ശറഹുൽ മുഹദ്ദബ് നോക്ക് 8 തന്നിതും 408 പേജിലാ പറയുന്നതും. കത്തിക്ക് മൂർച്ച വരുത്തലും കത് സുന്ന നബി അന്നറുത്തതും ഇപ്രകാരവുമെന്ന. ആടിനെ അറക്കാൻ ആയിഷ നീ കത്തിയും കൊണ്ട അതിന് ശരിക്ക് വേണേ മൂർച്ചയും എന്നിട്ട് തന്ന നബി അറുത്തത് എന്ന് ഇത്ഹാഫ് 4 വ്യക്തമായി പറയുന്നേ. മയമാക്ക് റബ്ബെ എപ്പോഴും പെരുമാറ്റവും ഉറമുള്ള രീതിയിലാക്കിടല്ലേ ഹൃദയവും. സമ്പൂർണ്ണ സൽഗുണരായ നബിയിലും ആലിലും വർഷിച്ചു കൊണ്ടിരിക്കട്ടെ ഗുണവും മേലിലും. വെള്ളം കൊടുത്തിട്ടാകണേ അറക്കേണ്ടത്. മയത്തോടെ വേണം അതിനെ നീ കിടത്തേണ്ടത്. വേറൊന്ന് കാണത്തക്ക രീതിയിൽ ഇതിനെയും അറക്കൽ കറാഹത്തുണ്ട് എന്നാ പിന്നെയും.